ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റീസെന്റ് ലോഞ്ച് ചെയ്ത ജൂപ്പിറ്റർ 125cc ഡുവൽ ടോൺ വേരിയന്റ് ആണ്. പഴയ ജൂപ്പിറ്റർ 125 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ഡേറ്റഡ് ജൂപ്പിറ്റർ 125 ഡുവൽ ടോൺ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കളർ ഈ ഒരു പുതിയ വേരിയന്റിൽ വന്നിരിക്കുന്ന കളറാണ് ഐവറി ഗ്രേ എന്നാണ് ഈ കളറിനെ പറയുന്നത്. അതിനകത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. ഈ 125cc സെഗ്മെന്റിൽ ഒരു മോസ്റ്റ് പ്രീമിയം സ്കൂട്ടറിന് ഈ ജൂപ്പിറ്റർ 125 ഡുവൽ ടോണിനെ വിളിക്കാം. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലുള്ള SV TVSന്റെ ഷോറൂമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് TVSന്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഈവൻ iQube ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സെഗ്മെന്റിലെ മറ്റ് സ്കൂട്ടറുകളായ ആക്ടിവ 125, നമ്മളുടെ ആക്സസ് 125, ഈ രണ്ട് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള സ്കൂട്ടർ ഈ ജൂപ്പിറ്റർ 125ന്റെ ഡുവൽ ടോൺ വേരിയന്റ് തന്നെയാണ്. മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കൂട്ടറും ഇത് തന്നെയാണെന്ന് പറയാം. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ LED ആയിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ടോപ്പിൽ ലോ ബീമും താഴെ ഹൈ ബീമും, അതിനകത്ത് പാസിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് അതിന്റെ ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്. അവിടെ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ TVSന്റെ എല്ലാ പുതിയ സ്കൂട്ടറുകളിലും കാണുന്ന പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു DRL കാണാം. അത് LED DRL ആയിട്ട് രണ്ട് വശത്തും അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാണാവുന്നതാണ്. ഇത് നമ്മളുടെ ആ ഒരു ഗ്രേ കളർ ഒരു ക്രോം ഫിനിഷ്, അതിന് താഴെയായിട്ടാണ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ഐഗോ കണക്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ ഇവിടെ കാണാം. നമ്മളുടെ സിഗ്നലിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വാഹനം തന്നെ ഓഫ് ആവുന്ന ഒരു ടെക്നോളജിയാണത്. 60 സെക്കൻഡ്സ് കഴിയുമ്പോൾ വാഹനം തന്നെ റീസ്റ്റാർട്ട് ആവുന്ന രീതി, അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുന്ന മീൻസ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം തന്നെ റീസ്റ്റാർട്ട് ആകും. ഈ വാഹനത്തിന് ഫുൾ മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 12 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 90/12 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും സെയിം ടയർ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഈ വശം നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാര്യങ്ങൾ കാണാം. നമ്മളുടെ മൺഗാർഡിന്റെ ഫ്രണ്ടിലായിട്ട് അതിനൊരു ഗാർഡ് എന്നുള്ള രീതിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷ്, റബ്ബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിന് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 220mm അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഡിസ്ക് കൊടുത്തിരിക്കുന്നു. ഈ വശം നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ പോർഷൻ ഒരു ബേസ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓഫ് വൈറ്റ് കളർ എന്ന് പറയാം. നമുക്ക് ഓൾ ഇൻ വൺ കീ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വാഹനം ഓഫ് ഓൺ, നമുക്ക് വണ്ടി ഓൺ ആയിട്ട് സ്റ്റാർട്ട് ആവാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഓഫ് ചെയ്തിട്ട് പുഷ് ചെയ്ത് റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആവുന്നത് കാണാം. നമ്മൾ സ്ട്രൈറ്റ് അവേ പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതെല്ലാം നമുക്ക് വാഹനം ഹാൻഡിൽ തിരിച്ചു വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വാഹനം ലോക്ക് പോകും. അങ്ങനെ ഓൾ ഇൻ വൺ കീ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫംഗ്ഷനും ഈ ഒരു കീയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ നമുക്കൊരു USB ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 2 ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ആ എക്സ്റ്റീരിയറിന്റെ ഒരു കളർ ടോൺ നമുക്ക് ഇന്റീരിയറിലും കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലും നമുക്കൊരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോർഡാണ് വരുന്നത്. ഒരു ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ബാഡ്ജും വരുന്നുണ്ട്. ഇതിനകത്തൊരു മാറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വാഹനം ഡെലിവറി എടുക്കുമ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് വാഹനത്തിന്റെ അടിയിലായിട്ടാണ്. 5.1 ലിറ്റർ ആണ് ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ഒരു വൈറ്റ് ഫിനിഷ് കാണാവുന്നതാണ്. ഒരു ബ്രൗൺ ഫിനിഷിൽ സെമി ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. അതൊരു 3 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പാകുന്ന വലിപ്പമുള്ള സീറ്റുകളാണ്. 3 പേരെന്ന് ഉദ്ദേശിച്ചത് 2 അഡൾട്ട്സ് ഒരു കിഡ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. വശങ്ങളിൽ നമുക്ക് ഒരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രാബ് റെയിൽ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് ഫിനിഷാണ്. അതിനകത്ത് തന്നെ നമുക്ക് ഒരു ബാക്ക് റെസ്റ്റും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കുഷനോട് കൂടിയ ബാക്ക് റെസ്റ്റ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 303 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് ഒരു EV വാഹനം, EV സ്കൂട്ടറുകളിൽ കാണുന്നതിനേക്കാളും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. 2 ഫുൾ സൈസ് ഹെൽമെറ്റുകൾ നിങ്ങൾക്ക് ഈസിലി ഇതിനകത്ത് വയ്ക്കാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജൂപ്പിറ്റർ 125 എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാവുന്നതാണ്. നമ്മളുടെ സൈലൻസറിന്റെ വശത്തും ആ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് TVSന്റെ ലെറ്ററിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് നമ്മുടെ പഴയ ജൂപ്പിറ്ററിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ്. ഫുൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് സ്റ്റോപ്പ് ലൈറ്റ്, 2 ഇൻഡിക്കേറ്റേഴ്സ്, അതിന് താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. നമ്മുടെ ബാക്ക് റെസ്റ്റിനകത്തും ഒരു റിഫ്ലക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാവുന്നതാണ്. ബാക്കിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട സെയിം സൈസുകൾ തന്നെയാണ്. 90/12 ആണ് ടയർ സൈസ് വരുന്നത്. അതിനകത്ത് ഡയമണ്ട് കട്ട് അലോയ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇവിടെ ജൂപ്പിറ്റർ 125 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇതിനകത്ത് നമ്മളുടെ ബാക്കിലെ ഫുഡ് റെസ്റ്റ്, അതായത് ലേഡീസ് ഫുഡ് റെസ്റ്റ് വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ചെയ്തു തരും.
ബാക്കിൽ 3-വേ അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ബാക്കിൽ കിക്ക് സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. മറ്റ് 125cc വാഹനങ്ങളിൽ കിക്ക് സ്റ്റാർട്ട് ഒഴിവാക്കിയപ്പോൾ ജൂപ്പിറ്റർ 125 ടോപ്പ് എൻഡിൽ കിക്ക് സ്റ്റാർട്ടും കൂടി TVS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഫുഡ് റെസ്റ്റ് കാണാം. ഈ വശത്തും ആ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. സൈഡ് സ്റ്റാൻഡും സെന്റർ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ടിരിക്കുകയാണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആവില്ല. ആ ഒരു ഫീച്ചർ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 163 mm ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിന് അടിയിലായിട്ടാണ് ഇവിടെ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. 5.1 ലിറ്റർ ആണ് ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി. അപ്പൊ ഒരു ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 250 കിലോമീറ്റർ ആവറേജ് ഓടാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാഹനം നിർത്തി ഇറങ്ങേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഓഫായാൽ മാത്രമാണ്, വാഹനം ഓഫാക്കിയാൽ മാത്രമാണ് നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു TFT ഡിസ്പ്ലേ ആണ്. ഒരു 4.5 ഇഞ്ചിന്റെ LED ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ പഴയ ജൂപ്പിറ്റർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണിത്. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ലൈറ്റ്സിലേക്ക് വന്നാൽ ഇത് നമ്മുടെ ബ്രൈറ്റ് ആൻഡ് ഡിം, പിന്നെ പാസ് ലൈറ്റും കൂടി ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, താഴെ ഹോൺ കാണാം. ഈ വശത്തേക്ക് വന്നാൽ നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ആ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ ഹസാർഡ് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഇൻഡിക്കേഷൻസ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഹസാർഡ് ഡയറക്റ്റ് സ്വിച്ച് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇവിടെ കൊടുത്തിരിക്കുന്നു. മീറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ട്രിപ്പ് A, ട്രിപ്പ് B ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, അത് വാഹനം ഓടി തുടങ്ങി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ടു MTയുടെ ഫീച്ചർ അറിയാനായിട്ട് പറ്റും. ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള കളർ ഡിസ്പ്ലേ ആണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10/10 നാവിഗേഷൻ, കോൾ അലാർട്ട്, SMS അലാർട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ RPM മീറ്റർ, അതിന്റെ നടുക്കായിട്ട് ഫ്യൂവൽ ഗേജ് കൊടുത്തിരിക്കുന്നു. ഈക്കോ ആൻഡ് സിറ്റി 2 ഡ്രൈവ് മോഡുകൾ ഉണ്ട്. ഈക്കോ ആൻഡ് പവർ മോഡ്. ഇപ്പോൾ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇൻഡിക്കേഷൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പഴയ ജൂപ്പിറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മീറ്ററിലാണ്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു എംബ്ലം കാണാം. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡിന്റെ ഒരു എംബ്ലം കൊടുത്തിരുന്നു, ഹെഡ്ലൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്. അങ്ങനെ ഫീച്ചറിസ്റ്റിക് ആയിട്ട് സെഗ്മെന്റിലെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതെല്ലാമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ്. പഴയ ജൂപ്പിറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിൻ സ്പെസിഫിക്കേഷനിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സെയിം തന്നെയാണ്. 124.8 125cc എഞ്ചിനാണ് വരുന്നത്. 8.4 HP ആണ് തരുന്ന പവർ. 11.1 Nm ടോർക്ക് ഉത്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 55 km/ലിറ്റർ ഒക്കെയാണ് മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 45-നും 55-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ്. ഫുൾ ടാങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ആവറേജ് ഒരു 250 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം 5.1 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ 125cc ജൂപ്പിറ്റർ 4 വേരിയന്റുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ നോർമൽ ജൂപ്പിറ്റർ വിത്ത് 125cc വാഹനം വിത്ത് ഡ്രം ബ്രേക്ക്, അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,16,000 രൂപ. അതിന്റെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉള്ള വേരിയന്റ് അവൈലബിൾ ആണ്. അതിന് 1,22,000 രൂപ, അതായത് 6,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റ് ഡ്യുവൽ ടോൺ SXC എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇതിന് ലോഞ്ച് ഓഫർ ആയിട്ട് വന്നിരിക്കുന്ന പ്രൈസ് ആണ് 1,23,000 രൂപ. ഇതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞ ഡ്യുവൽ മീറ്റർ ആയിട്ട് വന്നിരുന്ന ജൂപ്പിറ്റർ അവൈലബിൾ ആണ് ഇപ്പോഴും. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,28,000 രൂപ. അങ്ങനെ നോക്കുമ്പോൾ പഴയ ജൂപ്പിറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് വാല്യൂ ഫോർ മണി നമ്മുടെ പുതിയ വേരിയന്റ് തന്നെയാണ്. ഇതിന് 1,23,000 രൂപ ഒരു ഡീസന്റ് പ്രൈസ് ആണ്. മാർക്കറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രൈസ് എന്നും നമ്മൾക്ക് പറയാം. ഈ ജൂപ്പിറ്റർ 125 വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഈ വാഹനം ഡെലിവറി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലേഡീസ് ഫുഡ് റെസ്റ്റ്, പിന്നെ ലേഡീസിന്റെ ഗ്രാബ് ഹാൻഡില്, ഫ്രണ്ടിലെ ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, ഇത്രയും സംഭവങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് വാഹനത്തിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ആകെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു സ്റ്റീൽ ഗാർഡ് മാത്രമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ ഇൻഫോ ഞാൻ കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലെ SV TVSന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. TVSന്റെ ഏത് സ്കൂട്ടർ ബുക്ക് ചെയ്യാനാണെങ്കിലും, ഈവൻ EV ബുക്ക് ചെയ്യാൻ, iQube പോലെയുള്ള EV ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.